നിൻമുഖമത്രേ എൻ നിത്യാനന്ദം, നിൻമുറിവതോ എൻ സൗഖ്യതൈലം. നിൻമുഖമത്രേ എൻ നിത്യാനന്ദം, നിൻമുറിവതോ എൻ സൗഖ്യതൈലം. നിൻമാർവീടമെൻ മാറവീടം, നിൻ കൺകളിൽ ഞാൻ ഏറ്റവും പ്രിയൻ. നിൻമാർവീടമെൻ മാറവീടം, നിൻ കൺകളിൽ ഞാൻ ഏറ്റവും പ്രിയൻ. എൻ പ്രാപ്തിയെല്ലാം അങ്ങു മാത്രം, എൻ യോഗ്യതയോ നിൻ കൃപ മാത്രം. എൻ പ്രാപ്തിയെല്ലാം അങ്ങു മാത്രം, എൻ യോഗ്യതയോ നിൻ കൃപ മാത്രം. നിൽക്കുന്നതോ നിൻ ക്രൂശിൽ ചാരി, എൻ ഭാവിയെല്ലാം നിൻ കരത്തിൽ. ഞാൻ നിൽക്കുന്നതോ നിൻ ക്രൂശിൽ ചാരി, എൻ ഭാവിയെല്ലാം നിൻ കരത്തിൽ. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നമുക്ക് തരുന്ന വചനം ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യമാണ്. ഒന്ന് ശ്രദ്ധിച്ചാട്ട്. ഇശ്മായേലിനെ കുറിച്ചും ഞാൻ നിന്റെ അപേക്ഷ കേട്ടിരിക്കുന്നു. ഞാൻ അവനെ അനുഗ്രഹിച്ച് അത്യന്തം സന്താനപുഷ്ടിയുള്ളവനാക്കി വർദ്ധിപ്പിക്കും. അവൻ 12 പ്രഭുക്കന്മാരെ ജനിപ്പിക്കും. ഞാൻ അവനെ വലിയൊരു ജാതിയാക്കും. നമ്മുടെയൊക്കെ ഹൃദയത്തിനകത്ത് നമ്മളെക്കുറിച്ചൊരു പ്രാർത്ഥനയുള്ളപ്പോൾ തന്നെ ചില വ്യക്തികളെ കുറിച്ചുള്ള ആകുലതകളുണ്ട്. അവർക്ക് ചിലപ്പോൾ വേണ്ട വിധത്തിലുള്ള സ്വാധീനങ്ങളും ഒന്നും ഇല്ലാത്തവരായിരിക്കും. അബ്രഹാമിൻ്റെ ഹൃദയത്തിനകത്ത് ഒരു ഭയങ്കര ആകുലത. ആ ആകുലത ആരെക്കുറിച്ചാണ്? ഇശ്മായേലിനെ കുറിച്ചാണ്. ഒന്ന്, അദ്ദേഹം വാഗ്ദത്ത സന്തതിയല്ല, ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ജനിച്ചൊരു വ്യക്തിയുമല്ല. അദ്ദേഹത്തിൻ്റെ നാളുകൾ എന്തായിത്തീരും? അദ്ദേഹം തകർന്നു പോകുമോ? അങ്ങനെ നമ്മുടെ ജീവിതത്തിലുണ്ട് കഴിവില്ലാത്ത, വേണ്ട വിധത്തിൽ അറിവില്ലാത്ത, ചിലതിനൊക്കെ അടിമപ്പെട്ടു പോയ വ്യക്തികൾ. എന്തായിത്തീരും? എന്നാൽ ഇന്ന് കർത്താവ് പറയുന്നു, നിന്നെ ഓർത്ത് അവരോടെല്ലാം ദൈവത്തിൻ്റെ കരുണയുണ്ടാവും. അബ്രഹാമിനോട് പറയുക, നീ ധൈര്യമായിരിക്കുക. ഇശ്മായേലിനെ കുറിച്ചുള്ള നിന്റെ അപേക്ഷയും ഞാൻ കേട്ടിരിക്കുന്നു. ഞാൻ അവനെയും അനുഗ്രഹിച്ച് അത്യന്തം സന്താനപുഷ്ടിയുള്ളവനാക്കി വർദ്ധിപ്പിക്കും. അവനിൽ നിന്നും പ്രഭുക്കന്മാർ ജനിക്കും. അവനെയും ഞാൻ വലിയൊരു ജാതിയാക്കും. ദൈവത്തിൻ്റെ വചനം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിൻ്റെ എല്ലാ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കർത്താവ് സംസാരിക്കാറില്ലേ? അല്ലേ? ഇശ്മായേലിനെ കുറിച്ച് ദൈവം പറയുകയാണ്, അവനെ ഓർത്ത് നീ ഭാരപ്പെടേണ്ട, ഞാൻ അവനെയും അനുഗ്രഹിക്കും. നിങ്ങളുടെ കുടുംബത്തിൽ വലിയ കഴിവോ അറിവോ കാര്യപ്രാപ്തിയോ ഒക്കെ ഇല്ലാത്ത ചിലരെ ഓർത്ത് നിങ്ങളുടെ ആകുലങ്ങളില്ലേ? ഭാരപ്പെടേണ്ട. ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാൽ അവരെന്തായിത്തീരും? എനിക്കെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവരുടെ ജീവിതം എന്തായിത്തീരും? അവർക്ക് നന്നായി ജീവിക്കാൻ അറിയില്ലല്ലോ. പക്ഷെ കർത്താവ് പറയുന്നു, അവരെ ദൈവം അനുഗ്രഹിക്കും. നിങ്ങളുടെ വീട്ടിലെ ഏറ്റവും ബലഹീനരായവരെ ദൈവം ഏറ്റവും അനുഗ്രഹിക്കും. അവരെയും ഒരു പ്രശംസ വിഷയമാക്കി മാറ്റും. അതുകൊണ്ട് ആകുലപ്പെടേണ്ട. കർത്താവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുക. അവരെക്കുറിച്ചൊരു ദൂത് പ്രാപിക്കുക. നിങ്ങൾ ആകുലപ്പെടുന്ന വ്യക്തികളെ കുറിച്ചൊരു ദൈവശബ്ദം പ്രാപിക്കുക. അത് മതിയാകും ഈ വഴിയാത്രയിൽ നിങ്ങൾക്ക് കരുത്ത് പകരാൻ. അതുകൊണ്ട് ഇന്നത്തെ പകൽ കർത്താവ് പറയുന്നു, ആകുലപ്പെടേണ്ട. മക്കളെ ഓർത്തോ, ബലഹീനമായി പോയ സഹോദരങ്ങളെ ഓർത്തോ, കടക്കണിയിലായി പോയ വ്യക്തിയെ ഓർത്തോ, എന്തെങ്കിലും അടിമത്തത്തിൽ പോയ, തകർന്നു പോയ കുടുംബം, തകർന്നു പോയ കുടുംബത്തെ ഓർത്തോ. നിങ്ങൾ ഭാരപ്പെടേണ്ട. അവരോടുള്ള ആകുലത്തെ വിടുക.
അവരുടെ ജീവിതത്തെയും ദൈവം അത്ഭുതമാക്കും. തകർന്നു പോയ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ജീവിതത്തെ ഓർത്ത് നിങ്ങൾ ഭാരപ്പെടേണ്ട, അവരെയും ദൈവം അത്ഭുതമാക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്ന് ഞങ്ങൾക്ക് നൽകിയ നല്ല വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അങ്ങ് ഞങ്ങളെ പരിപാലിക്കുന്നതിന് നന്ദി പറയുന്നു. കർത്താവെ യേശു, അങ്ങ് കർത്താവെ സാലര്യം അനുഗ്രഹിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, എൻ്റെ പ്രിയപ്പെട്ടവരെ കർത്താവെ, പ്രിയപ്പെട്ടവരെ കുറിച്ചുള്ള ഭാരം ഇന്ന് പകൽ അങ്ങ് എടുത്തു മാറ്റുന്നതിന് നന്ദി പറയുന്നു. കർത്താവെ യേശു, ഈ വചനം കേൾക്കുന്ന ഈ വ്യക്തിയിലും ഈ കുടുംബത്തിലും കർത്താവെ നിൽക്കുന്ന പ്രിയപ്പെട്ടവരെ കുറിച്ചുള്ള ഭാരങ്ങൾ, ആകുലതകളെല്ലാം യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. അവരെക്കുറിച്ചുള്ള ദൈവശബ്ദങ്ങൾ ഉണ്ടാവട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അവരെക്കുറിച്ചുള്ള ബാധ്യതകളെല്ലാം നിറവേറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കുടുംബത്തെ, അവരുടെ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ ബലഹീനരായി പോയ, തകർന്നു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അവരെ നീ കൈവിടത്തില്ലെന്നുള്ള ഉറപ്പ് നീ തന്നതിനായി സ്തോത്രം. കർത്താവെ, ഇശ്മയേലിന് വേണ്ടി ഉറവ തുറന്നു കൊടുത്ത ദൈവമേ, ബലഹീനരായ ചിലർക്ക് വേണ്ടി ചില ഉറവുകൾ തുറന്നു കൊടുക്കണമേ. ചില നന്മയുടെ ഉറവുകൾ തുറന്നു കൊടുക്കണമേ. ചില അനുഗ്രഹത്തിൻ്റെ ഉറവുകൾ തുറന്നു കൊടുക്കണമേ. അവരെയും ഈ ഭൂമിയിൽ തകരാതെ ആരോഗ്യത്തോടെ അഭിഷേകത്തോടെ സൂക്ഷിക്കണമേ. ഞങ്ങളുടെ പ്രിയപ്പെട്ട ബലഹീനരായവരെ ഒക്കെയും കർത്താവ് കൈവിടത്തില്ലെന്ന് ഉറപ്പ് തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരും ഈ ഭൂമിയിൽ ഐശ്വര്യത്തോടെയും ആരോഗ്യത്തോടെയും തുടരുവാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഇത് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ എല്ലാവരെയും മുദ്ര ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ നന്മകളെയും അവരുടെ ഉയർച്ചകളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ സന്തോഷത്തോടെ ഇന്നത്തെ ദിവസം ചെലവഴിക്കുക. നിങ്ങളുടെ കൂടെ, നിങ്ങളുടെ ബിസിനസ്സിൻ്റെ കൂടെ, നിങ്ങളുടെ ജോലിയുടെ കൂടെ, കുടുംബത്തിൻ്റെ കൂടെ കർത്താവിൻ്റെ വാഗ്ദത്തമുണ്ട്. ശലോം. എല്ലാ ദിവസവും രാവിലെ ഇന്ത്യൻ ടൈം 6 മണിക്ക് വോയിസ് ഓഫ് ലവ് എന്ന ഷോർട്ട് ഡിവോഷൻ ലഭ്യമാണ്. അതുപോലെ ചൊവ്വ, വ്യാഴം, ഞായർ ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ ടൈം 9:30 ലൈവ് മെസ്സേജ് ലഭ്യമാണ്. ഈ സന്ദേശങ്ങൾ ലഭ്യമാകുവാൻ പാസ്റ്റർ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും ഗാനങ്ങൾ ലഭ്യമാകുവാൻ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി വരുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് പ്രാർത്ഥനയിലും എല്ലാ സഹകരണത്തിലും ഞങ്ങളോട് ഈ മീഡിയ മിനിസ്ട്രിയുടെ കൂടെ നിന്നു. ഞങ്ങൾക്ക് ഈ മീഡിയ മിനിസ്ട്രി മുമ്പോട്ട് കൊണ്ടുപോകാൻ ചില എക്യുപ്മെൻറ്റ്സുകൾ ആവശ്യമായി വന്നിരിക്കുന്നു. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും ഞങ്ങൾ ആവശ്യപ്പെടുന്നു.